കുട്ടിക്കാലത്ത് നമ്മൾ ഏവരും ഏറെ ആകാംക്ഷയോടെ കണ്ട 3D ചിത്രം ഒരുപക്ഷെ മൈ ഡിയർ കുട്ടിച്ചാത്തനായിരിക്കും. 1984 മൈ ഡിയർ കുട്ടിച്ചാത്തൻ റിലീസായത്. ചിത്രം മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും പരിഭാഷ ചെയ്തിരുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3D ചിത്രമായിരുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തൻ. എന്നാൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന മലയാളത്തിലെ 3D ചിത്രങ്ങളെ കുറിച്ചാണ്. നമ്പർ 1, അജയന്റെ രണ്ടാം മോഷണം. ടോവിനോ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ചിത്രം ഒരു പീരീഡ് ആക്ഷൻ ഡ്രാമ കൂടിയാണ്. ഈ ഉയർന്ന ബഡ്ജറ്റ് ചിത്രം ഒരു ബഹുഭാഷ റിലീസിന് തയ്യാറെടുക്കുന്നു. കൂടാതെ ബേസിൽ ജോസഫ്, പ്രകാശ് രാജ്, രോഹിണി, പ്രമോദ് ഷെട്ടി എന്നിവരാണ് കഥാപാത്രങ്ങൾ. വടക്കൻ കേരളത്തിലും തമിഴ്നാട്ടിലുമായി ചിത്രീകരിച്ച അജയന്റെ രണ്ടാം മോഷണം ഉടൻ റിലീസ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്പർ 2, ബറോസ്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബറോസ്. ഒരു 3D ഫാന്റസി അഡ്വഞ്ചർ ചിത്രമാണ്. 400 വർഷമായി വാസ്കോഡ ഗാമയുടെ മറിഞ്ഞിരിക്കുന്ന നീതി സൂക്ഷിപ്പുകാരനായിട്ടാണ് മോഹൻലാൽ സിനിമയിൽ എത്തുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ പുന്നൂസ് ആണ് ബറോസിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. ചിത്രത്തിന്റെ സ്പെഷ്യൽ ഇഫക്റ്റ് സീക്വൻസുകൾ ഇന്ത്യയിലും തായ്ലൻഡിലുമാണ് ചിത്രീകരിക്കുന്നത്. നമ്പർ 3, കത്തനാർ. റോജൻ തോമസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം 2 ഭാഗങ്ങളുള്ള 3D ഫാന്റസി ത്രില്ലറാണ്. 75 കോടി രൂപ ബഡ്ജറ്റിൽ ചിത്രീകരിക്കുന്നു. ഇതിൽ ജയസൂര്യ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ജയസൂര്യ കൂടാതെ അനുഷ്ക ഷെട്ടി, സനൂപ് സന്തോഷ്, കുൽപ്രീത യാദവ് എന്നിവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഇഫ് യു റിയലി ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.